രാഹുൽ മാങ്കൂട്ടത്തിൽ കരിയറിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൽ രാഹുലിന്റെ ഗോഡ്ഫാദറായി അറിയപ്പെടുന്ന ഷാഫി പറമ്പിൽ MP മൗനം തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായും പാലക്കാട്ട് തന്റെ പിൻഗാമിയായും രാഹുലിനെ വാഴിച്ചത് ഷാഫിയാണ്. ആരോപണങ്ങളുടെ ശരശയ്യയിൽ കിടക്കുന്ന രാഹുലിന് പക്ഷേ ഷാഫിയുടെ രക്ഷാകവചമില്ല. KSU സംസ്ഥാന സെക്രട്ടറിയായിരുന്ന രാഹുലിനെ NSU ദേശീയ സെക്രട്ടറിയാക്കുന്നത് ഷാഫി പറമ്പിലാണ്. പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കുന്നതും ഷാഫിയുടെ നോമിനേഷനിൽ തന്നെ. വാഗ്ധോരണിയും വാഗ്വാദ ചാതുരിയും രാഹുലിനെ ചാനൽ ചർച്ചകളിലെ കോൺഗ്രസ് മുഖമാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുലിനെ കൈപിടിച്ചുയർത്തിയതും ഷാഫി. സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടർ ID ആരോപണം രാഹുലിനെതിരെ ആഞ്ഞടിച്ചപ്പോഴും കരുത്തും കവചവുമായി ഷാഫി ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി പാലക്കാട് ഒഴിഞ്ഞ് വടകരയ്ക്ക് കുടിയേറിയപ്പോഴും തന്റെ പിൻഗാമിയായി ഷാഫി മറ്റൊരു പേരുന്നയിച്ചില്ല. P. സരിൻ പാർട്ടി വിടുമെന്നായിട്ടും പാലക്കാട് രാഹുലിനെ കൈവിടാൻ ഷാഫി കൂട്ടാക്കിയില്ല. എന്നാൽ ഇന്നലെ മുതൽ ഷാഫിയുടെ കവചം രാഹുലിന് തുണച്ചില്ല. രാഹുലിനു വേണ്ടി ഒന്നും ഉരിയാടാതെ ഷാഫി മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് ബീഹാറിലേക്ക് മുങ്ങി. ഷാഫിയുടെ സ്കൂളിൽ പഠിച്ച പാഠങ്ങളൊന്നും ഇക്കുറി രാഹുലിന് പയറ്റാനായില്ല. ഇത് ഷാഫി പറമ്പിന്റെ സ്കൂളിൽ പഠിച്ചവരാണ്. ഷാഫി പറമ്പിലാണ് ഇതിന്റെ ഹെഡ് മാസ്റ്റർ. അദ്ദേഹം ഒരൊറ്റ അക്ഷരം പോലും മിണ്ടാതെ നാട് വിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഹെഡ് മാസ്റ്ററെ പറ്റി സംശയിക്കേണ്ടതുണ്ടോ? ഷാഫി ഒന്നും മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം പിന്നെ ആൾക്കാർ സംശയിക്കും. അവരാണല്ലോ പറയുന്നത് ഞങ്ങളല്ല ഷാഫി പറമ്പിന്റെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഷാഫി പറമ്പിൽ സ്ഥലം വിട്ടുപോയെന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കടുത്ത അനുയായിയായിരുന്ന ഷാഫി രാഹുൽ മാങ്കൂട്ടത്തെ വളർത്താൻ സ്വന്തം ഗ്രൂപ്പിനുള്ളിലും പിളർപ്പുണ്ടാക്കി. KM അഭിജിത്ത് ഉൾപ്പെടെ A ഗ്രൂപ്പിലെ പലരും ഗ്രൂപ്പിനുള്ളിലെ ഷാഫി ഗ്രൂപ്പിൽ വെട്ടിപ്പോയവരാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.